ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ISRO സ്പാഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്, ഫ്യൂച്ചറിൽ നമ്മൾ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ PSLV C60 എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ഇതുവരെ ബാക്കി നിൽക്കുകയാണ്. അതായത് ആ ഡോക്കിംഗ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഇതുവരെ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടില്ല. അപ്പൊ അത് എന്തായാലും നമ്മൾ സാറ്റലൈറ്റ് കൃത്യമായിട്ട് നമ്മൾ ഓർബിറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ലോ എർത്ത് ഓർബിറ്റിലാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്കിംഗ് എക്സ്പെരിമെന്റ് 7th ചെയ്യാമെന്നാണ്, അതായത് 7ാം തീയതി ജനുവരി 7 അത് നടപ്പിലാക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അതായത് 9ാം തീയതിയിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ISROയുടെ ആ ഒരു ഡോക്കിംഗ് എക്സ്പെരിമെന്റ് 9ാം തീയതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ ജേക്ക് സുള്ളിവൻ, അതായത് USA ഇപ്പൊ നിലവിലെ നാഷണൽ സെക്യൂരിറ്റി ഏജന്റ് NSA, ഇപ്പൊ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കറുമായിട്ടുള്ള ചർച്ച നടത്തി. കഴിഞ്ഞ 4 വർഷത്തെ എവാലുവേഷൻ, അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ ഒക്കെ പുള്ളി ഷെയർ ചെയ്യുണ്ടായി. അതുപോലെ തന്നെ പുള്ളി അജിത് ഡോവലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനമാണ്. ഇന്ത്യയുടെ ഫ്യൂച്ചറിന് ഉതകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ്. അതെന്താ വെച്ചാൽ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ന്യൂക്ലിയർ, നമുക്ക് എത്ര വേണേലും സിവിൽ ന്യൂക്ലിയർ ഉപയോഗത്തിന് വേണ്ടിയിട്ട് US-ലുള്ള കമ്പനികൾ യാതൊരുവിധ ഉപാധികളും കൂടാതെ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷനിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് തരാനുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസ് എടുത്തു മാറ്റുകയാണെന്നാണ്. തടസ്സങ്ങൾ നീക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് പുള്ളി ഇറക്കാൻ പോകുന്നത്. അതിന്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം റെഡിയായി. ഇന്ത്യൻ ഗവൺമെന്റ് ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. അമേരിക്കൻ ഗവൺമെന്റും ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. അതായത് സിവിൽ ന്യൂക്ലിയറിന്റെ എല്ലാ തടസ്സങ്ങളും നീക്കുകയാണ്. നമുക്കിനി ഒരു ഉപാധികളും കൂടാതെ, ഒരു ലിമിറ്റേഷൻസും കൂടാതെ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് നമുക്ക് ഈ സിവിൽ ന്യൂക്ലിയറിനുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അതായത് ഈ ഐസോടോപ്പുകൾ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽസ് അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് നമുക്ക് നോ മോർ റെസ്ട്രിക്ഷൻസ് ടു ഇന്ത്യ. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സക്സസ്. ഇത് വളരെ വലിയ വിജയമാണ്. കാരണം നമുക്ക് ഒരുപാട് ഗ്രീൻ എനർജിയിൽ റെവല്യൂഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ, ഇവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെല്ലാം ഉള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഏത് കാര്യത്തിലായാലും ഇനി ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ വളരെ ഫ്രീ മൈൻഡോടുകൂടി ഇന്ത്യക്ക് പർച്ചേസ് ചെയ്യാം. ഇന്ത്യക്കുള്ളിൽ ആ പ്രോജക്റ്റുകൾ നടപ്പാക്കാം എന്നുള്ളതാണ്. ഇത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഇത് നമ്മളുടെ ഒരു വിജയം തന്നെയാണ്, അതിലില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ത്യ വീണ്ടും ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഇത് എന്താണ് ഇത്ര ധൈര്യപൂർവ്വമായിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ വളരെ ഓപ്പൺ ആയിട്ട് അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, പാകിസ്ഥാൻ ചെയ്തത് വളരെ വളരെ നീചമായ കുറ്റകൃത്യമാണ്. അവര് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ കയറി ഇനിയൊരു രാജ്യത്തിന്റെ ബോർഡർ ലംഘിച്ച് അകത്ത് കയറി സിവിലിയൻസ്, സാധാരണ 46-ലധികം വരുന്ന സിവിലിയൻസിനെ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. ഇതിനെ ഇന്ത്യ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഫ്ഗാനിസ്ഥാന് വേണ്ടി ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ തുടരെയുള്ള പാകിസ്ഥാന്റെ ഒരു കുത്തിപ്പറച്ചിൽ, ഈ കുത്തിപ്പറച്ചിൽ എന്താണ്? ഇന്ത്യയാണ് ഇതിന്റെ പുറകിൽ. ഇപ്പൊ ഇതാ ഇന്ത്യ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്, ശരി നമ്മളാണ് ഇതിന്റെ പുറകിൽ, നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്തോ. ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടെ ഇത്തരം ബോൾഡ് ആയിട്ടുള്ള നിലപാടുകൾ നമ്മൾ വളരെ വളരെ പ്രൗഡോട് കൂടിയാണ് ഇതിനെ നോക്കി കാണേണ്ടത്. കാരണം ആ രീതിയിലാണ് ഇന്ത്യ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. ഇപ്പൊ നമുക്ക് അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കാം. നമ്മൾ ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആണ്, നമുക്ക് ആരെ വേണമെങ്കിലും പിന്തുണയ്ക്കാം. അതായത് ഈ ബംഗ്ലാദേശ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയുടെ കഷത്തിന്റെ അടിയിൽ കിടന്ന് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തുകൊണ്ട് ഈ നിലപാട് എടുത്തുകൂടാ? ഇത്തരത്തിലുള്ള ബോൾഡ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കാനും സ്റ്റേറ്റ്മെന്റുകൾ യാതൊരുവിധ പ്രശ്നമില്ലാണ്ട് വിളിച്ചു പറയാനും ധൈര്യമുള്ള ഒരു ഇന്ത്യയായിട്ട് മാറിയിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഇന്ത്യയുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക്കലി തന്നെ പാകിസ്ഥാനെ അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യ ഈ ഒരു നിലപാട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. ഇതുവരെ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ഒരു എംബസി പോലും നമ്മൾ തുറക്കാൻ തയ്യാറാവാത്തത് അത് നമ്മുടെ നിലപാടാണ്. കാരണം തീവ്രവാദത്തോടുള്ള നമ്മുടെ നിലപാടാണ്. അപ്പൊ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ ജനങ്ങളോടാണ് ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാന്റെ ജനങ്ങളെയാണ്, ഈ ഒരു സിവിലിയൻസ് എന്ന് പറയുന്ന ആ ഒരു ജനങ്ങളുടെ മേളിലാണ് ഈ ഒരു പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് ആ ലൂപ്പ് ഹോൾ കണ്ടുകൊണ്ട് ഓപ്പൺ ആയിട്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്ന, പാകിസ്ഥാനെ എതിർത്ത് ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ICT ബംഗ്ലാദേശ്, ഈ ICT എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ, ഇത് ബംഗ്ലാദേശിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ ഈ ഒരു സംവിധാനത്തിലൂടെ ബംഗ്ലാദേശിൽ നിന്നും ഷെയ്ഖ് ഹസീനയ്ക്ക് അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ ഫെബ്രുവരി 12-ാം തീയതിക്ക് മുൻപ് ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇത് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ, ഇത് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കോർട്ട് ആയിക്കോട്ടെ, ഈ ഒരു ICT ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ ആയിക്കോട്ടെ, എന്തായാലും ബംഗ്ലാദേശിന്റെ ഉള്ളിലല്ലേ. അപ്പൊ എന്തായാലും ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പുറത്താണ്.
ഇനിയിപ്പോൾ അവിടെ അവർ പല തരത്തിലുള്ള സംഘടനകളിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടാക്കിയിട്ടും യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഈ വിറയൽ പൂണ്ട് ഏതു നേരത്തും കസേരയിൽ നിന്ന് മാറ്റി പാർപ്പിക്കപ്പെടാം എന്നുള്ള രീതിയിൽ പേടിച്ച് കഴിയുന്ന യൂനസ് കാട്ടിക്കൂട്ടുന്ന ചിലതരം കോപ്രായങ്ങളാണ്. അതിലുപരിയായിട്ട് ഇതിന് യാതൊരുവിധ വ്യാഖ്യാനങ്ങളും കൊടുക്കാനില്ല എന്നുള്ളതാണ്. കാരണം അവിടുത്തെ പ്രസിഡന്റ് നിലനിൽപ്പുണ്ട്. ഈ പ്രസിഡന്റ്, അതായത് ഈ ഒരു നിലവിലെ പ്രൈം മിനിസ്റ്ററെ പിന്നെ ഹെലികോപ്റ്ററിൽ കയറ്റി ഇന്ത്യയിലോട്ട് അയക്കുമ്പോഴത്തേക്കും സാമാന്യം അവരുടെ അടുത്ത് റെസിഗ്നേഷൻ മേടിക്കാനുള്ള കപ്പാസിറ്റിയോ ആ ഒരു മൈൻഡ് സെറ്റോ ആ ഒരു തോട്ട് പ്രോസസ്സോ പോലും ഇല്ലാത്ത പൊളിറ്റിക്കൽ നേതാക്കളാണ് അവിടെ ഇരുന്ന് രാജ്യം ഭരിക്കുന്നത്. ഇന്ത്യ എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്ത്യ ഷെയ്ഖ് ഹസീനയുടെ എക്സ്ട്രാഡിഷനെ കുറിച്ച് ഒരു വാക്ക് പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അടിയാണ് ഈ ഒരു ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ സംരക്ഷിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരു അടി അവന്മാർക്ക് കൊടുക്കാനില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. FATF നിന്നും കൃത്യമായിട്ടുള്ള ഒരു വാർണിംഗ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലെഫ്റ്റ് എക്സ്ട്രീമിസ്റ്റ്, ഇടത് തീവ്ര നിലപാടുള്ള ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇന്ത്യക്കകത്ത് ചേക്കേറിയിട്ടുണ്ട്. ഇവർ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നുള്ളത് FATF ഇന്ത്യക്ക് കൊടുത്തിരുന്ന വാർണിംഗ് ആണ്. വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, നിങ്ങൾ കണ്ടു നോക്കും. അത്രയും 3 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത വാർണിംഗ് ആണ്. ഇപ്പൊ ഇതാ ഛത്തീസ്ഗഡിൽ തുടരെ ഈ ഒരു ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് അവിടെ നിന്ന് 2-3 പേരെ അറസ്റ്റ് ചെയ്തത് ഈ ഒരു പേരും പറഞ്ഞ്. ഇതാ ഇന്ന് അടുത്തൊരു വാഹനം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഈ വാഹനം പൊട്ടിത്തെറിച്ച് 9 പേര് മരണപ്പെട്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഛത്തീസ്ഗഡില് ബിജാപൂർ ഡിസ്ട്രിക്റ്റില് റിസർവ് ഗാർഡ് ഓഫീസിന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നക്സൽ തീവ്രവാദ ആക്രമണമാണ്. ആ രീതിയിലാണ് കണ്ടെത്തൽ. ഈ ഒരു ഇടത് തീവ്ര നിലപാടുള്ള ആൾക്കാരെ എത്രയും വേഗം കണ്ടെത്തി ഇവരെ അറസ്റ്റ് ചെയ്യണം. കാരണം ഇവരുടെയൊക്കെ പുറകിലുള്ളത് ചൈന തന്നെയായിരിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. കാരണം ചൈനയാണ് ഈ ഒരു രീതിയിൽ മാവോയിസം ആ രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആശയങ്ങൾ. അപ്പൊ ഈ ഒരു ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന്റെയും മാവോ ആ രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരാണ് ഈ ഒരു നക്സൽ തീവ്രവാദത്തിലൂടെയൊക്കെ ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ ഇന്തോനേഷ്യയുമായിട്ട് കൂടുതൽ ടൈഅപ്പ് വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ കൂടുതൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനും. കാരണം ഇന്തോനേഷ്യക്ക് നമ്മുടെ ഡിഫൻസ് ഏരിയയിൽ നല്ല രീതിയിലുള്ള താല്പര്യമുണ്ട്. അതിൽ ഒരുപാട് ഡിഫൻസ് പ്രോഡക്റ്റുകൾ മേടിക്കാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് പ്രബുവോ സുബിയാന്തോ പുള്ളിയാണ് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻവിറ്റേഷൻ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബുവോ സുബിയാന്തോയാണ്. പിന്നെ നോർത്ത് കൊറിയ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നോർത്ത് കൊറിയ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ അവരൊരു മിസൈൽ പരീക്ഷണം നടത്തി. ആ മിസൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1100 കിലോമീറ്റർ സഞ്ചരിച്ച് കൊറിയൻ മലനിരകൾ അതുപോലെ തന്നെ ജപ്പാൻ അതിന്റെ ഇടയ്ക്കാണ് പോയി പതിച്ചത്. അതിന്റെ ഇടയ്ക്കുള്ള ജലാശയമുണ്ട്. ആ ജലാശയത്തിലാണ് ഇത് വാട്ടർ വേയിലാണ് പോയി പതിച്ചത്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു സംഭവം സംഭവിച്ചു. ശരിക്കും പറഞ്ഞാൽ ആന്റണി ബ്ലിങ്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പുള്ളി ആ സമയം സൗത്ത് കൊറിയയിൽ സൗത്ത് കൊറിയ ക്യാപിറ്റൽ സിയോളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇതിനെ ചൊല്ലി അമേരിക്ക കൃത്യമായിട്ടുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് ചെയ്തത് നോർത്ത് കൊറിയയാണ്. നോർത്ത് കൊറിയ അറിയാമല്ലോ, പുള്ളി ആർക്കും ചോദിക്കാനും വെക്കാനൊന്നും വയ്യ. ശരിക്കും പറഞ്ഞാൽ അയാളുടെ തോന്നിയവാസം എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതൊരു മിസൈൽ പരീക്ഷണം ഒരു ഹോബിയായിട്ട് മാറിയ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് ആണ് കിം ജോങ് ഉൻ. പിന്നെ ഇന്ത്യ ഈ മോൾഡീവ്സിലെ മൊയ്സു കുറെ ജാടയൊക്കെ കാണിച്ചല്ലോ. ആ ജാടയുടെ ഫലമായിട്ടാണ് ഈ ലക്ഷദ്വീപ് ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ലക്ഷദ്വീപിലെ മിനിക്കോയി അതുപോലെ കവരത്തി ഈ 2 സ്ഥലങ്ങളിലും ഇന്ത്യയുടെ എയർ ബേസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആംഡ് ഫോഴ്സ് റെഡി ഇൻ ലക്ഷദ്വീപ്. മിനിക്കോയി നമ്മൾ വളരെ മോൾഡീവ്സിന് ഒരു ബദലായിട്ട് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോൾഡീവ്സിന് ആ രീതിയിൽ കൗണ്ടർ ചെയ്യുക എന്നുള്ള നിലയിലല്ല. മൊയ്സു പറഞ്ഞ ഒരു പരിപാടിയില്ലേ, അന്യ രാജ്യത്തിന്റെ ആർമി ഡിഫൻസ് ഞങ്ങളുടെ മണ്ണിൽ പാടില്ല എന്ന് പറഞ്ഞല്ലോ ഒരു വാക്ക്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് കൃത്യമായിട്ടുള്ള ഓർമ്മയുണ്ട്. അയാൾ ഈ ഒരു വാക്ക് തന്നെയാണ് പറഞ്ഞത്. അതായത് മറ്റൊരു രാജ്യത്തിന്റെ ആർമി ബറ്റാലിയൻസ് ഞങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾക്ക് നോക്കാൻ അറിയാം, നിങ്ങളുടെ ഒരു ഔദാര്യത്തിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ ഭടന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കാന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ബദൽ മറുപടി, ഒരു സ്വീറ്റ് റിവെഞ്ച് തന്നെയാണ്. കാരണം ഇപ്പം മൊയ്സു പൈസ ഇല്ലാണ്ട് ഇന്ത്യയുടെ കാലിന്റെ അടിയിൽ വന്ന് വീഴുകയും ചെയ്തു. എന്നാൽ കൃത്യമായിട്ട് മോൾഡീവ്സിന്റെ ഓപ്പോസിറ്റിൽ മിനിക്കോയിൽ വളരെ ക്ലോസ് പ്രോക്സിമിറ്റി എന്ന് തന്നെ പറയാം. അതേ ലെവലിൽ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. റഡാറിന് ആ ഡിസ്റ്റൻസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ മിനിക്കോയിൽ തന്നെയാണ് എയർബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മോൾഡീവ്സിൽ ഇന്ത്യക്ക് സ്ഥലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മിനിക്കോയി നമ്മുടെ ഒരു പെർമനന്റ് എയർബേസ് ആണ്. ആരെയും പേടിക്കേണ്ട, നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് അതൊരു വിജയം തന്നെയാണ്. ഇത് മോൾഡീവ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ പണ്ടേ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതിന് മോൾഡീവ്സ് തന്നെ നമുക്കൊരു വഴി ഒരുക്കി തന്ന് നമ്മളൊരു എയർബേസ് സെറ്റാക്കി റെഡിയാക്കിയിരിക്കുകയാണ്. അതായത് ജനുവരി 5 മുതൽ അത് ഓപ്പറേഷണലും കൂടിയാണ്. ജനുവരി 5-ാം തീയതി മുതൽ അത് ഓപ്പറേഷണൽ ആണ്. മൊയ്സൂന് സമാധാനമായി, മോൾഡീവ്സുകാർക്കും സമാധാനമായി, ഇന്ത്യക്കാർക്കും സമാധാനമായി, നമുക്ക് നല്ല സമാധാനമായി. അതായത് മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടുന്നതുമായിട്ടുള്ള ഏർപ്പാടായിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അതുപോലെ ലെബനാനെ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെബനാൻ പിന്നെ ഈ ഒരു സീസ് ഫയർ എക്സ്റ്റൻഷനെ കുറിച്ചുള്ള ഒരു ഒപ്പോസിഷൻ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേൽ 60 ദിവസം കഴിയുമ്പോഴും പോകുന്നില്ല, ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിൽ തന്നെ തുടരാനാണ് പദ്ധതി. ആ രീതിയിലുള്ള ചില എതിർ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ. ഈ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ പിന്നെ അവിടെ US ഗവൺമെന്റ് ചേഞ്ച് ചെയ്യാണ്. അവിടെ ട്രംപ് ആണ് വരുന്നത്. അപ്പൊ ട്രംപിന് വലിയ ചാലഞ്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ. കാരണം ട്രംപ് ഉദ്ദേശിച്ചതുപോലെ ട്രംപ് വന്ന് കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും അവസാനിച്ചിരിക്കണം എന്നുള്ള രീതിയിലാണ് ട്രംപ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തത്. പക്ഷേ അതൊന്നും ഇവിടെ സാധിക്കുന്നില്ല. കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിലും വേറെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ട്രംപ് പറയുമ്പോൾ നിർത്താനും ട്രംപ് പറയുമ്പോൾ തുടങ്ങാനും പറ്റുന്ന ഒരു യുദ്ധമല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ കൃത്യമായ ആശയങ്ങൾ തലച്ചോറിനകത്ത് ഇട്ടുകൊണ്ട് നടക്കുന്ന യുദ്ധമാണ്. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ആ രീതിയിൽ ഇസ്രായേലിൻ്റെതായിട്ടുള്ള നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. അവർ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ കിടന്ന് പോരാടുന്നത്. അതുപോലെ പൊരുതുന്നത് വേണമെങ്കിൽ പറയാം. പക്ഷേ അതേസമയം മറ്റുള്ളവരാണെങ്കിൽ അവരുടെ താല്പര്യങ്ങളായിട്ടുള്ള അവരുടെ വിശ്വാസങ്ങളിൽ ബന്ധപ്പെട്ട താല്പര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള പോരുതലുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ട്രംപ് പറയുമ്പം സ്വിച്ചിട്ട പോലെ നിർത്താൻ പറ്റുന്ന ഒരു യുദ്ധമല്ല. അതിനിപ്പോ ട്രംപ് വന്ന് കസേരയിൽ ഇരുന്നതിന് ശേഷം മനസ്സിലാവുള്ളൂ. വന്നു കഴിഞ്ഞാൽ കൃത്യമായി നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റിയാൽ നല്ലത്. ആദ്യം ട്രംപ് ചെയ്യേണ്ടത് ആ ഒരു ഉക്രൈൻ റഷ്യ വാറിലൊരു തീരുമാനം ഉണ്ടാക്കാന്നുള്ളതാണ്. കാരണം അതിലാണ് ഇത്ര വലിയ ആശയക്കുഴപ്പങ്ങൾ അഥവാ റിലീജിയൻ അതുപോലുള്ള കാര്യങ്ങളൊന്നും ആ ഒരു വാറിൽ ഇൻവോൾവ്ഡ് അല്ല. ആ വാറിലുള്ളത് വെറും നാറ്റോ എന്ന് പറഞ്ഞൊരു സംഭവമാണുള്ളത്. അതിൽ വേണമെങ്കിൽ പുള്ളിക്ക് കൃത്യമായിട്ട് സ്വിച്ചിട്ടതുപോലെ ഉക്രൈനെ പിടിച്ചു നിർത്താൻ പറ്റും. ആ ഒരു യുദ്ധം ആദ്യം നിർത്തി കാണിക്കട്ടെ, എന്നിട്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വരാം. അതായിരിക്കും നല്ലത്. അല്ലാതെ ട്രംപ് പറയുന്ന പോലെ സ്വിച്ചിട്ട പോലെ ഒരിക്കലും ഈ ഒരു യുദ്ധം അവസാനിക്കത്തില്ല എന്നുള്ളതാണ്. ഇത് ഇറാനെ അറ്റാക്ക് ചെയ്ത് കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു ആധിപത്യം നേടിയിട്ട് മാത്രമേ ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. കൂടുതൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ പല വീഡിയോകളായിട്ട് കിടപ്പുണ്ട്. ഡെയിലി 1-2 വീഡിയോകളൊക്കെ മിഡിൽ ഈസ്റ്റിന്റെ അപ്ഡേറ്റുകൾ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.